വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം ദുരൂഹം. 5 പേരെ കൊലപ്പെടുത്തിയ അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിലുള്ള അമ്മയുടെ മൊഴിയെടുക്കാൻ പോലീസ്. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിന്റെ തെളിവുകൾ. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിനിടെ സംഘർഷം. PV അൻവറിനെ പൂട്ടിയിട്ടെന്ന് പരാതി. അൻവറിന്റെ പിന്തുണയിൽ LDF അംഗത്തെ മറുകണ്ഠം ചാടിച്ച് ഭരണം പിടിക്കാൻ UDF. PV അൻവർ പോയിട്ട് ഒരു രോമവും പോയിട്ടില്ല എന്ന് പറഞ്ഞത്. രോമം ശരി, എനിക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു പഞ്ചായത്ത് പോയി, ഇപ്പൊ ഒരു വാർഡ് പോയി, കേരളം ആകെ പോകുന്നു. തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കൂടുതൽ സീറ്റുകൾ. 17 സീറ്റിൽ LDF, 12ൽ UDF. BJPക്ക് സീറ്റില്ല, ഒരിടത്ത് SDPI. സമരം നടത്തുന്ന ആശുമാർക്കെതിരെ പ്രതികാര നടപടിയുമായി സർക്കാർ. ജോലിക്ക് കയറാൻ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടർന്ന് ആശാ വർക്കേഴ്സ്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ്. സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ് റിപ്പോർട്ട്. പെരുമ്പാവൂരിൽ ഹോട്ടലിലെ അതിക്രമം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കും. ആം ആദ്മി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന CAG റിപ്പോർട്ടിനെ ചൊല്ലി ഡൽഹി നിയമസഭയിൽ പ്രതിഷേധം. അദീഷി ഉൾപ്പെടെ 11 MLA-മാർ സസ്പെൻഷനിൽ. കേജ്രിവാൾ സർക്കാരിന്റെ മദ്യനയ അഴിമതിയും ധൂർത്തും തുറന്നുകാട്ടുന്ന റിപ്പോർട്ട് സഭയിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് വത്തിക്കാൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ്. 5 DYSP-മാരുടെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്തുകയാണ് പോലീസിന്റെ മുന്നിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. ഗുരുതരമായി പരുക്കേറ്റ പ്രതിയുടെ മാതാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതി അഫാനെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക പോലീസ് സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. ഒപ്പം മെഡിക്കൽ കോളേജിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഡാൻ കുര്യനും വിവരങ്ങൾ നൽകും. ആദ്യം അന്വേഷണ വിവരങ്ങളിലേക്ക്. വിനോദ്, എന്താണ് ഇപ്പോൾ അന്വേഷണത്തിൽ പോലീസ് നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളിയായ എന്താണ് കാരണമെന്നത്, അതിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പോലീസിന്? സാമ്പത്തിക കാരണങ്ങൾ തന്നെയാണ് ഇതിനടിസ്ഥാനമെന്ന ഒരു വിലയിരുത്തലിലേക്കാണ് പോലീസ് പോകുന്നത്. പക്ഷേ ഇനിയും മൊഴികളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. പ്രതിയുടെ മാതാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ബോധം വന്നിട്ടുണ്ട്, പക്ഷേ പോലീസിന് മൊഴിയെടുക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് അവരുടെ ആരോഗ്യം എത്തിയിട്ടില്ല. ഈ പ്രതി കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയുണ്ട്. പോലീസിനും മജിസ്ട്രേറ്റിനും നൽകിയ മൊഴിയുണ്ട്. ഇതിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് പിതാവിന്റെ സാമ്പത്തിക ബാധ്യത. സൗദിയിൽ ബിസിനസ് നടത്തുകയും അവിടെ ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപ സാമ്പത്തികമായി ബിസിനസ് തകരുകയും ചെയ്തു. ആ ഒരു ബുദ്ധിമുട്ട് കുടുംബാംഗങ്ങളോട് ഇതിൽ പണം ചോദിച്ചിട്ട് സഹായിക്കുന്നില്ല എന്ന കാര്യം. അതിനപ്പുറത്തേക്ക് ഈ 23 വയസ്സുകാരന് മറ്റ് ജോലികളൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയി വന്നതൊഴിച്ചാൽ, അതിനു മുൻപ് ചെറിയ ചില ജോലികൾ ചെയ്തതൊഴിച്ചാൽ ഇപ്പോൾ ജോലിക്കൊന്നും പോകാതെ നിൽക്കുന്ന ഒരാളാണ്. പ്രണയമുണ്ട്, വിവാഹം കഴിക്കണമെന്ന ആവശ്യം വീട്ടിൽ പറയുന്നു. ഈ പെൺകുട്ടിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന ശേഷമാണ് ആ പെൺകുട്ടിയെയും കൊലപ്പെടുത്തുന്നത്. അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ. പിതാവിന്റെ അമ്മയിൽ നിന്ന് നേരത്തെ കമ്മൽ വാങ്ങി പണയം വെച്ചിരുന്നു. ഇതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പണയ സ്ഥാപനത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്. അതോടൊപ്പം തന്നെയാണ് വീണ്ടും അവരിൽ നിന്ന് സ്വർണ്ണമാല ആവശ്യപ്പെടുകയും അത് നൽകാൻ കഴിയില്ല എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തത്. ഇത് ഈ പ്രതിയുടെ പിതാവിന്റെ മൂത്ത സഹോദരന് ഈ പിതാവിന്റെ അമ്മ നൽകി എന്ന ഒരു സംശയം, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലത്തീഫിന്റെ വീട്ടിലെ കൊലപാതകം. ലത്തീഫിനെയും ഭാര്യയുമാണ് കൊല്ലുന്നത്. ഈ പ്രതിയുടെ പിതാവിന്റെ സഹോദരനാണ് ലത്തീഫ്. ആ വീട്ടിൽ ഈ കൊലപാതകം നടത്തിയ ശേഷം അവിടെ അലമാര കുത്തി തുറക്കാനുള്ള ശ്രമമുണ്ടായി. അതായത് ഈ സ്വർണ്ണമാലയോ പണമോ മറ്റോ ഇതിനകത്തുണ്ടോ എന്നൊരു സംശയം നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി തുടർച്ചയായി പ്രതി മദ്യപിക്കുന്ന
രീതി ഉണ്ടായിരുന്നു. തുടർച്ചയായി ദിവസങ്ങളിൽ മദ്യപിച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇനി പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് പുറത്തു വരൂ. നെടുമങ്ങാട് ഡിവൈഎസ്പി ഇക്കാര്യത്തിൽ പറഞ്ഞത് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചു എന്നതാണ്. അതായത് ഈ കൊടും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ലഹരിയുടെ സ്വാധീനമുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം മഞ്ജുഷ, നമ്മൾ ഈ ഒരു കൊലപാതക പരമ്പര നോക്കുമ്പോൾ സാധാരണ ഹൃദയമുള്ള ഒരു മനസ്സുള്ള ഒരാളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തുടരെ കുടുംബാംഗങ്ങളായ ആളുകളെ, പ്രണയിച്ച പെൺകുട്ടിയെ, ഇവരെ എല്ലാം തന്നെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇയാൾ പോയത്. ഇയാളുടെ മനോനില അത് ലഹരിക്കടിപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഇനി പ്രതിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ചികിത്സയുമായി സഹകരിക്കുന്നില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നത് അത് കൃത്യമായി നോക്കുന്നു. ആദ്യം അമ്മൂമ്മയെയാണ് കൊലപ്പെടുത്തുന്നത്, തുടർന്ന് ഈ പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് വന്ന് അവരെ കൊലപ്പെടുത്തുന്നു, പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ കൊലപാതകം നടത്തുന്നു. ആദ്യം അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷമാണ് അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. ഇത്തരത്തിൽ ഈ പ്രതി ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരു 10 മണി മുതൽ, കഴിഞ്ഞ ദിവസം 10 മണി മുതൽ 6 മണി വരെ ഉള്ള ഒരു സമയത്തിനിടയിലാണ് 25 കിലോമീറ്ററോളം ബൈക്കിൽ സഞ്ചരിക്കുന്നു. ഇതിൽ വസ്ത്രം മാറുന്നുണ്ട്, ഇടയ്ക്ക് അനുജന് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നുണ്ട്, കാമുകിയെ അവരുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടവേളകളിൽ കൊലപാതകങ്ങൾ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ പ്രതി എത്തിയത് തീർച്ചയായും ലഹരിയുടെ ഉപയോഗം. ശരി, എന്താണ് ഇതിന്റെ കൃത്യമായ കാരണമെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘവും ഇതിനുവേണ്ടി രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഇതിൽ 2 കാര്യങ്ങൾ കൂടി നിർണായകമാവുകയാണല്ലോ. അഫാന്റെ, പ്രതിയുടെ അമ്മയുടെ ആരോഗ്യനില, അമ്മയിൽ നിന്ന് വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോൾ. അതേപോലെ തന്നെ പ്രതിയുടെ ആരോഗ്യനിലയിലും അതിലും ഇപ്പോൾ ഒരാശങ്ക നിലനിൽക്കുന്നുണ്ടല്ലോ. പൂർണ്ണമായിട്ടും അപകടനില തരണം ചെയ്തതായി പറയുന്നുണ്ടോ? അഫാന്റെ ഈ ഒരു ക്രൂരമായ പ്രകോപനത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലീസിന് മുമ്പിൽ അവശേഷിക്കുന്ന ഏക ഒരു കക്ഷിത്തുരുമ്പെന്ന് പറയുന്നത് ഇപ്പോൾ ജീവനോടെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട, തലനാടിലേക്ക് രക്ഷപ്പെട്ട പ്രതിയുടെ ഉമ്മയുടെ ഒരു മൊഴി തന്നെയാകും. പക്ഷേ ഇപ്പോൾ പോലീസിന് ഒരു തരത്തിലും അത്തരം കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് ചോദിച്ചറിയാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല അവർ ഉള്ളത്. അത്യാസന്ന നിലയിൽ, അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ചികിത്സയിൽ തുടരുന്നത്. തലയോട്ടിക്കാണ് ഈ ക്രൂരമായ ആക്രമണത്തിൽ ഈ ഉമ്മയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്. അവർ സാധാരണ ഒരു അവസ്ഥയിലേക്ക് മടങ്ങി വന്നാൽ, ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് അവർ ആരോഗ്യനില വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരുമായി അടക്കം വിശദമായ ചർച്ച നടത്തി കൃത്യമായി അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം തന്നെ പ്രതി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസിന്റെ സെല്ലിൽ ഈ കൃത്യമായ നിരീക്ഷണത്തിലാണ് കഴിയുന്നത്. വിദഗ്ധർ, മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ഇയാളുടെ രീതികൾ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു. ക്യാനുല അടക്കം പറിച്ചു മാറ്റുന്ന തരത്തിലേക്കൊക്കെ അഫാന്റെ പെരുമാറ്റം മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് ആദ്യം കുഴിമന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചുവെന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് ആ മൊഴി മാറ്റി ശീതളപാനീയത്തിൽ എലിവിഷം ചേർത്ത് കഴിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ശീതളപാനീയം, അതോടൊപ്പം ഈ കുഴിമന്തിക്കൊപ്പം കഴിക്കാനായി മേടിച്ച ശീതളപാനീയവും മയണൈസും അടക്കം വീടിന് മുമ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി കുടിച്ച നിലയിലുമാണ് ഈ ശീതളപാനീയമുള്ളത്. അതിനകത്താണോ ഈ എലിവിഷം കലർത്തിയെന്ന് പ്രതി അവകാശപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് ഇയാൾ ഉള്ളത്. കാരണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. കൊലപാതകം നടത്തിയതിനു ശേഷം വളരെ ലാഘവത്തോടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഏറ്റുപറഞ്ഞ പ്രതി പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം അങ്ങനെയല്ല പെരുമാറുന്നത്. സാമ്പത്തികമായ ബാധ്യതയുണ്ടായിരുന്നു, അതിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നു കുടുംബാംഗങ്ങളോട്. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട, പ്രണയവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കുടുംബത്തിൽ നിലനിന്നിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോഴും എന്താണ് ഇത്ര വലിയൊരു കൂട്ടക്കുരുതിയിലേക്ക് നയിക്കാനിടയായ പ്രകോപനം എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു ഉത്തരം പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവുമാണ് പുരോഗമിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11:30യോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇർഫാന്റെ പിതൃ സഹോദരൻ, പിതാവിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ലത്തീഫിന്റെയും ഭാര്യ ഷാഹിദയുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതോടൊപ്പം സഹോദരൻ, അതോടൊപ്പം തന്നെ ഇർഫാൻ അതായത് ഈ ഫർസാന, ഇയാളുടെ കാമുകി ഫർസാന, ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയുന്നത്. വൻ ജനാവലിയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഈ ബന്ധുക്കളും നാട്ടുകാരും അടക്കം ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി നേരത്തെ തന്നെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും എന്താണ് കൊലയ്ക്ക് പിന്നിലെ കാരണം എന്ന് കണ്ടെത്തുവാനാകാതെ പോലീസ് കുഴങ്ങുകയാണ്. അതിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള ഉമ്മയുടെ മൊഴി കിട്ടിയാൽ അത് പോലീസിന് ആശ്വാസമാകും. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി അരും കൊലകൾ നടത്തിയതെന്ന് പോലീസ് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 6 മണിക്കൂറിനുള്ളിലാണ് പ്രതി അഫാൻ 5 കൊലപാതകങ്ങൾ നടത്തിയത്. ഇന്നലെ വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ അരുംകൊലയുടെ വിവരം പുറം ലോകം അറിയുന്നത്. എങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ അഫാൻ എന്ന 23-കാരൻ ആസൂത്രണം ചെയ്തത്? പോലീസ് പറയുന്നത് ഇങ്ങനെ: രാവിലെ 10 മണിയോടെയായിരുന്നു ആദ്യ ആക്രമണം. ഉമ്മയോട് അഫാൻ പണം ആവശ്യപ്പെട്ടു. പണം നൽകാത്തതിനാലായിരുന്നു ആക്രമണം. ഉമ്മ ഷമിയുടെ കഴുത്തിൽ ഷാളിട്ട് നിലത്തടിച്ചു. ഉമ്മ മരിച്ചെന്ന് കരുതി പിന്നീട് 12:30 പ്രതി തന്റെ ബൈക്കിൽ പാങ്ങോടേക്ക്. മുത്തശ്ശി സൽമാ ബീവിയുടെ കഴുത്തിൽ കിടന്ന 4 പവന്റെ മാല പ്രതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സമയം 1:15. പ്രതി വീട്ടിലെത്തിയപ്പോൾ മാല സൽമാ ബീവിയുടെ കഴുത്തിലില്ല. തുടർന്ന് ബാഗിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കാതിൽ കിടന്ന കമ്മൽ കൈക്കലാക്കിയ പ്രതി മാല ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെ ഏൽപ്പിച്ചു കാണുമെന്ന് കരുതുന്നു. മാത്രമല്ല, സ്വർണവുമായി വെഞ്ഞാറമൂടെത്തിയപ്പോൾ ലത്തീഫ് ഫോണിൽ വിളിച്ചു. ലത്തീഫ് എല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞതോടെ അദ്ദേഹത്തെയും കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. സമയം വൈകിട്ട് 3 മണി. ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ആക്രമിച്ചു. ചുറ്റികൊണ്ടായിരുന്നു ഇരുവരുടെയും കൊലപാതകം. ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. 4 മണിയോടെ പെൺസുഹൃത്തിനെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി. ഫർസാനയുടെ മുഖം അടിച്ചു തകർത്ത് തിരിച്ചറിയാനാകാത്ത വിധം വികൃതമാക്കി കളഞ്ഞിരുന്നു പ്രതി. അവസാനം വീട്ടിൽ വെച്ച് സഹോദരൻ അഫ്സാനെയും കൊന്നു. പരീക്ഷ കഴിഞ്ഞെത്തിയ അനുജൻ ഉമ്മയെ അന്വേഷിച്ചു. ഈ ഘട്ടത്തിൽ അനുജനെ വീട്ടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു. കുളിച്ച് വസ്ത്രം മാറിയാണ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയതെന്നും പോലീസ് പറയുന്നു. എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. സാമ്പത്തിക പ്രശ്നമാണ് കാരണമെന്ന പ്രതി അഫാന്റെ വാദം ആരും മുഖവിലക്കെടുക്കുന്നില്ല. പ്രതിയുടെ ഓൺലൈൻ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നാടിനെ നടുക്കിയ കൊടും ക്രൂരത ചെയ്ത അഫാൻ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കൊടും കുറ്റവാളികളുടെ മനസ്സുമായി ഉറ്റവരെ കൊന്നുതള്ളിയ അഫാന്റെ ലഹരി ബന്ധം തേടുകയാണ് ഇപ്പോൾ പോലീസ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച കൊലപാതക പരമ്പര നീണ്ടുനിന്നത് വൈകിട്ട് 5 മണിവരെ. പ്രിയപ്പെട്ടവളെയും ഉറ്റവരെയും കൊന്നുതള്ളിയ അഫാന്റെ മനോനിലയ്ക്ക് പിന്നിൽ അമിതമായ ലഹരി ഉപയോഗം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊടും കുറ്റവാളികളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ആസൂത്രണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി കുടുംബത്തിൽ നിന്നും ലഹരിക്കുള്ള പണം ലഭിക്കാതെ വന്നു. ഇതോടെ പണം കണ്ടെത്താൻ മറ്റു വഴികൾ തേടി. പെൺസുഹൃത്തിൽ നിന്നും പലകുറി പണം കൈപ്പറ്റി. സ്വർണ്ണാഭരണങ്ങളും ഫർസാനയിൽ നിന്ന് വാങ്ങി. മറ്റു പലരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിക്കൂട്ടി. അങ്ങനെ ആഡംബര ജീവിതം. ഈ ബാധ്യതകൾ തിരിച്ചടയ്ക്കാനാവില്ലെന്ന ഘട്ടത്തിൽ വീട്ടിൽ നിരന്തരം പണം ആവശ്യപ്പെട്ട് തർക്കമുണ്ടാകുന്നു. പണം നൽകാനാകില്ലെന്ന ഉമ്മയുടെ പ്രതികരണത്തിൽ പ്രകോപിതനായ അഫാൻ പിന്നീട് നടത്തിയത് മൃഗീയമായ കൊലപാതകങ്ങൾ. അത് സയന്റിഫിക് എവിഡൻസിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ലഹരി അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റൂ. കഴിഞ്ഞ ഒരു മാസമായി താൻ നിരന്തരമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും മറ്റു ലഹരി ഉപയോഗം ഇല്ലെന്നുമായിരുന്നു അഫാന്റെ മൊഴി. ഇതോടെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അഫാൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി. ഏതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ. ഒപ്പം ആരാണ് അഫാന് ലഹരി പദാർത്ഥങ്ങൾ നൽകുന്നത്, എങ്ങനെയാണ് ഇവ ലഭ്യമാകുന്നത്, അഫാനൊപ്പം മറ്റാരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊടും ക്രൂരമായ കൊലപാതകത്തിന് 23-കാരനായ അഫാനെ പ്രേരിപ്പിച്ച മനോനില എന്താകും? കൊന്നതും കൊല്ലാൻ ശ്രമിച്ചതും ഉറ്റ ബന്ധുക്കളെ എന്നതിനപ്പുറം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഇരകളെ ഓരോരുത്തരെയായി പീഡിപ്പിച്ചു കൊല്ലുന്ന രീതിയാണ് അഫാന്റേത്. കൊന്നതും കൊല്ലാൻ ശ്രമിച്ചതും ഉമ്മയെയും അനിയനെയും ഉമ്മുമ്മയും പ്രിയ കൂട്ടുകാരിയെ അടക്കം അഫാന് ഏറ്റവും പ്രിയപ്പെട്ടവരെ. കൊലയ്ക്ക് കണ്ടെത്തിയ വഴിയാണ് അതിലും ക്രൂരം. ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്. കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെയും. മറ്റേ പയ്യന്റെ കണ്ണ്, ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്, ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്തു പോയി. സാമ്പത്തികവും വൈകാരികവുമായ കാരണങ്ങളാൽ
ഉറ്റവരെ കൊല്ലുന്ന സംഭവങ്ങളിൽ സാധാരണ ഇത്ര അതിക്രൂരമായ കൊലപാതക രീതി അപൂർവമാണ്. കൂട്ട ആത്മഹത്യയും പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇരയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന കൊലപാതക രീതി സാധാരണമല്ല. എന്നാൽ ഇവിടെ ഇരകളെ പരമാവധി പീഡിപ്പിച്ചു കൊള്ളുന്ന രീതിയാണ് അഫാൻ സ്വീകരിച്ചത്. ഇരകൾ പിടഞ്ഞു മരിക്കുന്നത് കാണുന്നതിൽ ഉന്മാദം കണ്ടെത്തുന്ന മനോനിലയുള്ള കൊടും കുറ്റവാളികളുണ്ട്. സമാന മാനസികാവസ്ഥയിലാണ് അഫാനുമെന്ന് വേണം കരുതാൻ. തലക്കടിച്ച് രക്തവും മാംസവും തെറിച്ച് ഇര മരണവെപ്രാളത്തിൽ പിടഞ്ഞു മരിക്കുമ്പോഴും അത് കണ്ട് ആസ്വദിച്ച് വീണ്ടും അടുത്ത സ്ഥലത്തെത്തി മറ്റുള്ളവരെ സമാനമായ രീതിയിൽ കൊല്ലുന്നു. ആദ്യ കൊല നടത്തിയ രാവിലെ 10 മണി മുതൽ അവസാന കൊല നടത്തിയ വൈകുന്നേരം 4:30 വരെ ഈ മാനസിക നിലയിൽ തന്നെ തുടർന്നു എന്നതും പ്രധാനമാണ്. ഇത്തരമൊരു മാനസിക നിലയിലേക്ക് അഫാൻ എന്ന ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 23-കാരനെ എത്തിച്ച കാരണങ്ങളാണ് പോലീസ് തേടുന്നത്. പോലീസ് കാണുന്ന സാധ്യതകൾ ഇവയാണ്. 1. രാസലഹരിയുടെ ഉപയോഗത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക മാനസിക നില. 2. രക്തവും മാംസവും തെറിപ്പിച്ച് ഇരയുടെ മരണവെപ്രാളം കണ്ട് ആസ്വദിച്ച് കൊല നടത്തുന്ന പ്രത്യേക മനോനില. 3. നേരത്തെ ഉള്ളിലുണ്ടായിരുന്ന മനോനില മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ പുറത്തു വന്നത്. സാമ്പത്തിക വിഷയങ്ങളും പെൺസുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നതിനെ എതിർത്തതുമൊക്കെ ഈ മനോനിലയിലേക്ക് സാധൂകരണം കണ്ടെത്താനായി പ്രതി സ്വയം കണ്ടെത്തിയ കാരണങ്ങൾ മാത്രമാകാം. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനും മാനസികനില പരിശോധിക്കാനും കഴിഞ്ഞെങ്കിലേ ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്താനാകൂ. ക്രൈം ബ്യൂറോ, ന്യൂസ് 18. സ്വന്തം വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പിതൃ സഹോദരന്റെ വീട്ടിലെത്തി കൊടും ക്രൂരതയാണ് പ്രതി നടത്തിയത്. കൊലപാതകം അയൽവാസികൾ അറിയുന്നത് തന്നെ പോലീസ് സംഘം അന്വേഷിച്ചു വന്നപ്പോഴാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്താണ് 3 ഇടങ്ങളിലായി പ്രതി അഫാൻ 5 പേരെ കൊലപ്പെടുത്തിയത്. ആദ്യം കൊലപ്പെടുത്തിയത് പിതാവിന്റെ മാതാവിനെ. അത് പാങ്ങോടായിരുന്നു സംഭവം. പിന്നീടെത്തിയത് ഇവിടെ പിതാവിന്റെ മൂത്ത ജ്യേഷ്ഠൻ അബ്ദുൽ ലത്തീഫും ഭാര്യ സാജിദയും താമസിക്കുന്ന വീട്ടിലേക്ക്. ഇത് എസ് എൻ പുരം എന്നാണ് ഈ സ്ഥലത്തിന് പേര്. ഈ വീട്ടിൽ കൊലപാതകം നടക്കുമ്പോൾ പരിസരത്തുള്ള ആരും അതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ വീടിന് തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പാണ്. പിന്നെ അടുത്തുള്ള ഒരു വീടാണ്. അവിടെയും വൃദ്ധരായ ആൾക്കാരാണ് താമസിക്കുന്നത്. എന്നാൽ ഈ വീടിന്റെ മുൻവശത്തെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വീടുകളോ മറ്റു കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നൊരു നിലവിളി ഉയർന്നാൽ, ബഹളം കേട്ടാൽ പെട്ടെന്ന് ആരെങ്കിലും ഓടിയെത്താൻ ഇല്ല. ഇത് തന്നെയാണ് ഈ കൊലപാതകി ഇവിടെ എത്തുമ്പോൾ കൊല നടത്തുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യമായി മാറിയതും. മാത്രമല്ല 23-കാരനായ ബന്ധു വീട്ടിലേക്ക് വരുമ്പോൾ അത് കൊല നടത്തുന്നതിന് വേണ്ടിയാണെന്ന് ഈ വീട്ടുകാർ ധരിച്ചിരുന്നുമില്ല. ഈ വീട്ടിലേക്ക് എത്തി ഹാളിലാണ് ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് 20ഓളം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അതായത് ചുറ്റിക കൊണ്ടാണ് മുഖത്തടിച്ചത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് ക്ഷതമേറ്റായിരുന്നു മരണം. ഇതേ രീതിയിൽ തന്നെയാണ് സാജിദയും കൊല്ലപ്പെട്ടത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. നിരവധി തവണ ഇത്തരത്തിൽ അടിയേറ്റു. ഈ വീടിന്റെ ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അബ്ദുൽ ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അടുക്കളയിലായിരുന്നു സാജിദയുടെ മൃതദേഹവും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പിന്നീട് അന്വേഷണ സംഘം കൊണ്ടുപോവുകയും ചെയ്തു. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആംബുലൻസ് ഡ്രൈവർ നടത്തിയത്. വെടിയേറ്റതാണെന്നാണ് ആദ്യം കരുതിയത്. ഉമ്മയുടെ തലയോട്ടി തകർന്ന നിലയിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നും ആംബുലൻസ് ഡ്രൈവറായ ഷഫീർ ന്യൂസ് 18നോട് പറഞ്ഞു. അതിക്രൂരമായ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യമെത്തിയ ആംബുലൻസ് ഡ്രൈവർ എന്നോടൊപ്പം ചേർന്ന് നമ്മുടെ ബാക്ക് തലയുടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുപോയപ്പോൾ നമ്മളെ ബാക്കിരുന്ന ആളിന്റെ കൈ തന്നെ അവൻ്റെ ഉമ്മ മുറുകെ പിടിച്ചിരുന്നു. വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കൈയൊക്കെ പതുക്കെ അങ്ങ് എടുക്കാൻ തുടങ്ങി. ബാക്കിരുന്ന ആള് പറഞ്ഞാണ് കൈയൊക്കെ എടുക്കാൻ തുടങ്ങി. സ്പീഡിനെത്തി പെട്ടെന്ന് പോകുന്നു. അങ്ങനെ നേരെ പോകല ആശുപത്രി കയറ്റി ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്. കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യന്റെ ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്. ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി. രണ്ട് കണ്ണും തുറന്നിരിപ്പുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല, മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി. മറ്റേ പെണ്ണിന്റെ
നെറ്റിയിലും കവിളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട്. ഈ മുഖത്താണ് എല്ലാവർക്കും മുഖത്താണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. വേറെ ശരീരത്തിൽ വേറെ എങ്ങും മുറിവൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെയാണ് അടിച്ചേക്കുന്നത്. ഉമ്മാക്കും ആ മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് കിട്ടിയത്. ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളാച്ച് ആദ്യം ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത്, തോക്ക് വെച്ച് വെടിവെച്ചെന്ന്. അങ്ങനെ പിന്നെയാണെല്ലാം പറഞ്ഞത് തോക്കല്ലാതെ ഇതാണ്. ഇവിടെ കൂടെ തുളച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട്, ചത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട്. 3 പേർക്കും അങ്ങനെ ഉണ്ട്. അല്ല, പെണ്ണിന്റെ മാത്രം. അവിടെ ഗോകുലത്തിൽ എത്തി സ്ട്രെച്ചറിൽ നിന്ന് നമ്മളെ സ്ട്രെച്ചറിൽ നിന്ന് അവരുടെ സ്ട്രെച്ചറിലോട്ട് ഈ എന്റെ കൈ ഉമ്മയുടെ തലയ്ക്കകത്ത് കയറിപ്പോയി. ഈ വിരല് അത്രയ്ക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു തലയ്ക്കകത്തോട്ട്. തല ഓട്ടിയിൽ കൈ തട്ടിയിട്ടുണ്ട്. അവന്റെ ഉമ്മാണെന്ന് പറയുമ്പോൾ ബാക്കിലെ മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം മുടി ഞാൻ അവിടെ വെച്ച് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വണ്ടി കഴിയപ്പോൾ മുടി മൊത്തം വാരിക്കളയാണ് ചെയ്തത്. ബാക്ക് ഇത്രയല്ലേ ചെത്തി എടുത്തണക്കെ പെട്ടെന്ന് അടി കൊണ്ട് കണക്കല്ല. അതിന് മുമ്പായിട്ട് നല്ലോണം ഈ കൊച്ചിനെ അടിച്ചിട്ടുണ്ട്. ഇവൻ ഈ മുഖത്ത് നല്ല നീരിറങ്ങി കവളെല്ലാം അങ്ങനെ തൂങ്ങി അങ്ങനെ ഇറങ്ങിയെല്ലാം ഒരുമാതിരിയായി പോയി കിടക്കുന്ന മുഖം. ഈ കുട്ടീനെ എനിക്കറിയാം. കുട്ടി എന്റെ വീടിന്റെ അവിടെയാണ് കുടുംബ വീട്. അവിടെയൊക്കെ വരുന്ന കുട്ടിയായിരുന്നു ഈ കുട്ടി, ഫർസാന. എന്താണ് അവിടെ വെച്ച് കണ്ടത് എന്ന കാഴ്ച ആദ്യമായിട്ട് ഒരാൾ പങ്കുവെക്കുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർ സഫീർ തന്നെയായിരിക്കും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അറസ്റ്റ് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണെന്നും ദൃക്സാക്ഷികൾ ഇല്ലെന്നുമാണ് വാദം. ജാമ്യം നൽകരുതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ ചെന്താമര ഈ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് ജനുവരി 27-ന് സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. 30 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF മുന്നിൽ. 2 സ്വതന്ത്ര ഉൾപ്പെടെ 17 വാർഡുകളിൽ LDF വിജയിച്ചു. നില മെച്ചപ്പെടുത്തിയ UDF 10 വാർഡിൽ നിന്ന് 12 ആക്കി അക്കൗണ്ട് ഉയർത്തി. തിരുവനന്തപുരം പാങ്ങോട് പുലിപ്പാറ വാർഡ് UDFൽ നിന്ന് SDPI പിടിച്ചെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF 20, UDF 10 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDFന് 3 വാർഡുകൾ കുറഞ്ഞു, UDFന് 2 എണ്ണം കൂടി. പഞ്ചായത്ത് ഭരണത്തിൽ നിർണായകമായ എറണാകുളം കോതമംഗലം പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ പനങ്കര വാർഡ് UDFൽ നിന്നും LDF പിടിച്ചെടുത്തു. ഇതോടെ ഭരണം നിലനിർത്താൻ LDFനായി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡ് LDF നിലനിർത്തി. 12 വോട്ടിനാണ് സ്ഥാനാർത്ഥി V ഹരികുമാറിന്റെ ജയം. കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 6 ഇടങ്ങളിൽ 4 വാർഡ് LDFും 2 വാർഡ് UDFും നിലനിർത്തി. കൊട്ടാരക്കര നഗരസഭയിലെ കല്ലുവാതുക്കൽ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ കൊട്ട ഡിവിഷൻ എന്നിവ LDF നിലനിർത്തി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ വാർഡിൽ UDFനാണ് ജയം. മലപ്പുറം തിരുനാവായ പഞ്ചായത്തിലെ എടക്കുളം ഈസ്റ്റ് LDFൽ നിന്നും UDF പിടിച്ചെടുത്തപ്പോൾ കരുളായി പഞ്ചായത്തിലെ ചക്കിട്ടാമല വാർഡ് UDF നിലനിർത്തി. കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കുഞ്ഞല്ലൂർ വാർഡ് LDFൽ നിന്നും UDF പിടിച്ചെടുത്തു. കണ്ണൂർ പന്നിന്നൂർ പഞ്ചായത്തിലെ ചെമ്പാട്, കാസർഗോഡ് കോടോം, ബേളൂർ പഞ്ചായത്തിലെ അയറോട്ട്, തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മാന്തോപ്പ്, ആലപ്പുഴ കാവാലം പഞ്ചായത്തിലെ പാലോടം, കൊല്ലം കുലശേഖരം പഞ്ചായത്തിലെ കൊച്ചുമാമൂട്, പാലക്കാട് മുണ്ടൂർ പഞ്ചായത്തിലെ കീഴ്മാടം വാർഡ് എന്നിവ LDF നിലനിർത്തി. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ, കോളിക്കുന്ന്, കയ്യൂർ, ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡുകൾ LDF എതിരില്ലാതെ വിജയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മലപ്പുറം ചുങ്കത്തറയിൽ LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. LDF വിമതയുടെ പിന്തുണ ഉറപ്പാക്കിയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പഞ്ചായത്ത് ഓഫീസിന് അകത്തും പുറത്തും പലതവണ UDF LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. PV അൻവറിന്റെ സഹായത്തോടു കൂടിയാണ് UDF അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത്. അൻവർ പോയാൽ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ LDFന് ഒരു പഞ്ചായത്ത് ഒന്നാകെ പോവുകയാണെന്നാണ് PV അൻവർ പ്രതികരിച്ചത്. ചുങ്കത്തറയ്ക്ക് പിന്നാലെ മറ്റൊരു പഞ്ചായത്തും LDFന് നഷ്ടമാകുമെന്നും PV അൻവർ പറഞ്ഞു. ഇന്ന് കരുളായിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. 397 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത്. മുമ്പ് 62 വോട്ട് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ LDFന്റെ സ്ഥാനാർത്ഥിക്ക് UDFന്റെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തോടൊപ്പം പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതായിരുന്നില്ല കേരളവും നിലമ്പൂരും. അപ്പോൾ ഈ രാഷ്ട്രീയം ഇത് കേരളത്തിൽ മൊത്തത്തിലുണ്ട്. തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ 2ാമത്തെ സീറ്റ്, അവിടെ രണ്ട് ജില്ലയിലെ 2 ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. അത് LDFന്റെ കയ്യിലായിരുന്നു.
അത് 260 വോട്ടിന് UDF ജയിച്ചു. ഇത് കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ ചിത്രമാണ്. അത് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലതാണ്. ഉപതെരഞ്ഞെടുപ്പിനായിട്ട് ഇത് പ്രതിഫലിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇതിലേറെ ശക്തമായി പ്രതിഫലിപ്പിക്കും. PV അൻവർ പോയിട്ട് ഒരു രോമവും പോയിട്ടില്ല എന്ന് പറഞ്ഞത്. രോമം ശരി, എനിക്ക് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു പഞ്ചായത്ത് പോയി, ഇപ്പോൾ ഒരു വാർഡ് പോയി, കേരളം ആകെ പോകുന്നു. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, 10-10 എന്നാണ് LDF UDF അംഗങ്ങളുടെ നില. അതിപ്പോൾ 11-9 UDF ജയിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? LDFന് ഭരണം നഷ്ടമാകുമോ ചുങ്കത്തറയിൽ? മഞ്ജുഷ, നിലവിലെ സാഹചര്യത്തിൽ നുസൈബ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഇവിടെ LDFന്റെ ഭരണം നഷ്ടമാകും, UDFന് ഭരണത്തിൽ തിരിച്ചു കയറാനാകും, 11-9 നിലയിലെത്തും. അത് ഈ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായ സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാകും നൽകുക. നേരത്തെ തന്നെ PV അൻവറും അതേപോലെ അരുൺ ഷൗക്കത്തും VS ജോയി അടക്കമുള്ള ജില്ലയിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ ഒരു പ്രതീക്ഷയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. UDFന് ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം തിരിച്ച് കിട്ടുന്നു എന്നതിനപ്പുറം PV അൻവറിനെ സംബന്ധിച്ച് തൻ്റെ മണ്ഡലത്തിൽ, അതായത് താൻ MLA ആയിരുന്ന മണ്ഡലത്തിൽ തൻ്റെ ശക്തി ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്ന് LDFനെ തെളിയിക്കുവാൻ, LDFനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് വേണം അൻവർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുങ്കത്തറയിലെ ഭരണ മാറ്റം അത് PV അൻവറിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാകും. അൻവറിൻ്റെ UDFിലേക്കുള്ള കടന്നുവരവിന് വേഗം കൂട്ടും. അതുപോലെ തന്നെ നിലമ്പൂരിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അണികൾക്ക് ആത്മവിശ്വാസം നൽകും. കൂടുതൽ പേർ അൻവറിനൊപ്പം വരാനുള്ളൊരു സാധ്യത. അങ്ങനെ പല തലങ്ങളിൽ ഈ ഒരു അവിശ്വാസ പ്രമേയം. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ചുങ്കത്തറയിൽ LDFന് ഭരണം നഷ്ടമാകുമോ? അല്പസമയത്തിനകം അറിയാൻ കഴിയും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണിമുടക്കുന്ന ആശാ വർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് സർക്കാരിന്റെ നിർദ്ദേശം. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കുലർ ഇറക്കി. ആശാ വർക്കർമാർ പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ഇതിനായുള്ള നടപടികൾ മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കണം. കാലതാമസം ഒഴിവാക്കാൻ അടുത്ത വാർഡിലെ ആശാ വർക്കർമാർക്ക് അധിക ചുമതല നൽകണം. അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ഈ സേവനത്തിനായി വിനിയോഗിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കും. നിയമ നടപടിക്രമങ്ങൾ പാലിച്ച് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇക്കാര്യം ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ EDയുടെ പരിശോധന. വിദേശത്തായിരുന്ന ഷീബയെയും ഭർത്താവ് സുരേഷിനെയും വിളിച്ചു വരുത്തിയ ശേഷമാണ് റെയ്ഡ്. കുമളിയിൽ വീട്ടിൽ മുൻപ് ED റെയ്ഡിനായി എത്തിയെങ്കിലും ആളില്ലായിരുന്നതിനാൽ വീട് സീൽ ചെയ്തിരുന്നു. പാതിവിലയ്ക്ക് സാധനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഷീബ. പല ജില്ലകളിലും പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഷീബയാണ്. പൾസർ സുനിക്കെതിരെ പോലീസിന്റെ റിപ്പോർട്ട്. സുനി സ്ഥിരം കുറ്റവാളിയെന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടിയെ ആക്രമിച്ച കേസിലെ പൾസർ സുനിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെടും. കുറുപ്പുംപടി പോലീസാണ് ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് നൽകിയത്. പെരുമ്പാവൂരിൽ ഹോട്ടലിൽ അതിക്രമം നടത്തിയ കേസിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ റിപ്പോർട്ട്. വിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിന് പിന്നാലെ ആശുപത്രിയിലായ PC ജോർജ് നിരീക്ഷണത്തിൽ തുടരുകയാണ്. ആശുപത്രിയിൽ തുടരുമ്പോൾ തന്നെ ജാമ്യം നേടാനുള്ള ശ്രമത്തിലാണ് ജോർജ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് തന്നെ ജാമ്യ ഹർജി നൽകിയേക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ICUവിലാണ് PC ജോർജ് തുടരുന്നത്. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലും ഉയർന്ന രക്തസമ്മർദ്ദമാണ് കണ്ടെത്തിയത്. 48 മണിക്കൂറാണ് നിരീക്ഷണം. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുന്നതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. ആശുപത്രിയിൽ കിടക്കുമ്പോൾ തന്നെ ജാമ്യ ഹർജി ഫയൽ ചെയ്യാനാണ് PC ജോർജിന്റെ നീക്കം. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയെ തന്നെയാകും ജോർജ് ജാമ്യത്തിനായി സമീപിക്കുക. ആശുപത്രിയിലെ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ച ശേഷമാകും കോടതിയുടെ തീരുമാനമുണ്ടാകുക എന്നാണ് സൂചന. ജോർജിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്ത പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തും. ജോർജ് ചർച്ചയിൽ പങ്കെടുത്ത ചാനൽ അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും നീക്കമുണ്ട്. G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് കരുത്തരുടെ പോരാട്ടം. ഗ്രൂപ്പ് ബിയിലെ 1ാം സ്ഥാനം ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. റാവൽപിണ്ടിയിലാണ് മത്സരം. അഫ്ഗാനിസ്ഥാനെ 107 റൺസിന് തകർത്ത ദക്ഷിണാഫ്രിക്കയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ 352 റൺസ് വിജയലക്ഷ്യം മറികടന്ന ഓസ്ട്രേലിയ ഫോമിലാണ്. ബാറ്റിംഗിനെ തുണയ്ക്കുമെന്ന് കരുതുന്ന റാവൽപിണ്ടിയിലെ പിച്ചിൽ മികച്ച ടോട്ടൽ പ്രതീക്ഷിക്കാം. രാത്രിയിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുള്ളതിനാൽ ടോസ് നേടുന്ന ടീം എതിരാളികളെ ബാറ്റിംഗിന് അയച്ചേക്കും. ഉച്ചയ്ക്ക് 2:30 മത്സരം തുടങ്ങും. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.